കഞ്ഞിക്കുഴിയിലെ കർഷക കാരണവരായ അഞ്ചാന്തറ വീട്ടിൽ ആനന്ദന്റെ കൃഷിയിടത്തിൽ മന്ത്രി എത്തി. 76-കാരനായ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 7-ാം വാർഡിൽ അഞ്ചാന്തറ വീട്ടിൽ ആനന്ദന്റെ കൃഷിയിടത്തിലെ വിളവെടുപ്പിനാണ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയനും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ആനന്ദരാശാന്റെ കൃഷിയിടത്തിലെടുത്ത വിളവുകളൊന്നുമില്ല. വർഷം മുഴുവൻ ഇവിടെ കൃഷിയാണ്. പുത്തൻ വിളകളുടെ പരീക്ഷണശാല കൂടിയാണ് ആനന്ദൻ ആശാന്റെ കൃഷിയിടം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവലിന്റെ പരിണതത്തിലാണ് ആശാൻ. നേരത്തെ നടത്തിവന്ന ഓണക്കൂർ ഇനത്തിൽപ്പെട്ട പാവലിന്റെ പരീക്ഷണ കൃഷിയും വൻ വിജയമായിരുന്നു. ചീരയും പടവലവും വെണ്ടയും പീച്ചിലും വഴുതനയും മുളകുമൊക്കെ മികച്ച വിളവാണ് ഇവിടെ ലഭിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം പുഷ്പവലി, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, SD അനില, രഞ്ജിത, സെൽവരാജ് എന്നിവർ പങ്കെടുത്തു. കഞ്ഞിക്കുഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷകനൊപ്പമാണ് ഞങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 76 വയസ്സ് എത്തി നിൽക്കുന്ന ആനന്ദനാശാൻ പരമ്പരാഗതമായി തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ മാത്രം ശരിയാവുകയില്ല. പരമ്പരാഗത കൃഷി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പണ്ട് കാലം മുതലേ ചെയ്തു വരുന്ന കൃഷി രീതികളെല്ലാം അതേപോലെ ചെയ്തു വരുന്നു എന്നൊരു കൂടി ഒരു അർത്ഥമുണ്ടല്ലോ. പക്ഷേ ആനന്ദനാശാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ എല്ലാ രീതികളെയും തൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം പരീക്ഷിക്കുന്നുണ്ട്. അത് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ആദ്യം എന്നെ കാണിച്ചത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത RIRS വികസിപ്പിച്ചെടുത്ത പ്രത്യേകമായ ഇനം അദ്ദേഹത്തിൻ്റെ പച്ചക്കറി കൃഷിയെക്കുറിച്ചായിരുന്നു. പാവലിൻ്റെ കൃഷിയെക്കുറിച്ചാണ് അദ്ദേഹം കാണിച്ചതെല്ലാം. സാധാരണ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നടുന്നതെല്ലാം അഴുകിപ്പോകുന്ന ഒരു രീതിയെല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ ഒരു ചെറിയ വെള്ളക്കെട്ടിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഇനം വികസിപ്പിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം വളരെ നന്നായി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ രീതികളെ, പുതിയ കണ്ടുപിടുത്തങ്ങളെ കാർഷിക സർവകലാശാലയും മറ്റും നടത്തുന്ന ഗവേഷണങ്ങളുടെയും മറ്റും ഫലമായി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പുതിയ ഇനങ്ങളെയെല്ലാം ആശാൻ്റെ കൃഷിയിടത്തിൽ അത് പരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വാക്ക് രണ്ടുകൂടി, ഞാൻ ഒരു ചന്ദനത്തൈ കൂടി ഈ കൂട്ടത്തിൽ നട്ടു വളർത്തി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്ത രീതിയിൽ സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഈ കാര്യത്തിലുള്ള ശുഷ്കാന്തിയല്ല. സാധാരണഗതിയിൽ നമ്മൾ സംസാരിച്ചെല്ലാം കഴിയുമ്പോൾ വല്ലതും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരും പറയുക. പക്ഷേ ആശാൻ ഇടയ്ക്ക് തന്നെ കയറി പറഞ്ഞു, ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആധുനിക ഇതിൻ്റെ മാത്രമല്ല, ചന്ദനത്തൈ ഒന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൊച്ചു നഴ്സറി ഉണ്ട് അല്ലേ? കൊച്ചു നഴ്സറി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചന്ദനത്തൈയും അത് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ആശാനുണ്ട്. കാർഷിക മേഖലയെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു നല്ല കർഷകനാണ്. കഞ്ഞിക്കുഴിയുടെ ഉദാത്തമായ മാതൃകയെ, പാരമ്പര്യത്തെ, പൈതൃകത്തെ പിന്തുടർന്നുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു ആശാൻ എന്നുള്ളതാണ് ആശാൻ്റെ വലിയ പ്രത്യേകത. ആശാൻ ഇവിടെ പാവലുണ്ട്, വെണ്ടയുണ്ട്, ചീരയുണ്ട്, വളത്താങ്കര ചീര, അതിമനോഹരമായ ചീരകൃഷി അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. മനോഹരം എന്നാണ്. നല്ല സാമ്പത്തിക പൈസ കിട്ടുന്നില്ലേ? സാമ്പത്തികമായിട്ട് എനിക്ക് കൃഷി വകുപ്പ് തരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. വരുമാനമുണ്ടല്ലോ, നല്ല വരുമാനമല്ലേ? നല്ല വരുമാനം. ഒരു എനിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം. അതുപോലെ സാധാരണ കർഷകന്റെ ഇതാണെങ്കിൽ നമുക്ക് വലിയ ആർത്തിയൊന്നുമില്ല. ജീവിച്ചു പോവുക എന്നുള്ളതാണ് അവരെല്ലാം കാണുന്നില്ല. ജീവിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ എങ്ങനെയെല്ലാം ഇതേപോലുള്ള കർഷകരെ സഹായിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്കെല്ലാ പിന്തുണയും പിൻബലവും നമ്മളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സമൂഹവും സർക്കാരുകളും അങ്ങനെയുള്ള പിന്തുണ കൊടുക്കുമ്പോൾ മാത്രമേ ഇവരെ പോലുള്ള ആശാനെ പോലെയുള്ള കർഷകർ കൃഷിയിടങ്ങളിൽ പൂർണ്ണമായി നിൽക്കുകയുള്ളൂ. കർഷകൻ കൃഷിയിടത്തിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അന്നം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം വിസ്മരിക്കാനും പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും ആരെല്ലാമോ എവിടെയെല്ലാമോ കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാം ഭക്ഷണപാത്രത്തിൽ എത്തുന്നത് എന്ന ചിന്ത നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടായാൽ നമ്മൾ ഇവരെയെല്ലാം സഹായിക്കാനും സംരക്ഷിക്കാനും എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കും, നിലപാടുകളും കൈക്കൊള്ളും. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം പിന്തുണ ഇവർക്കെല്ലാം ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.